വിസിറ്റ് വിസയിൽ UAE വന്ന ആളുകൾ അവരുടെ കാലാവധി കഴിയാറായാൽ അവരെന്ത് ചെയ്യണം, അവർക്ക് എന്തൊക്കെയാണ് അവരുടെ മുന്നിലെ ഓപ്ഷൻസ്, അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു നല്ല ദിവസം വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് ഈ ഒരു വിഷയം എടുക്കാനുള്ള കാരണം ഒരു കമൻറ്റാണ്. അവർ ചോദിച്ചിട്ടുള്ളത്, അവർ UAEയിൽ വിസിറ്റ് വിസയിൽ വന്നു, ഇവിടെ വന്നതിന് ശേഷം ജോബ് അന്വേഷിച്ചു, പക്ഷെ ജോബ് കിട്ടിയിട്ടില്ല. ഒരു വട്ടം വിസിറ്റ് വിസ പുതുക്കി, ഇനി ഹസ്ബൻഡ് വിസയിലേക്ക് മാറാൻ കഴിയുന്നില്ല. അപ്പോൾ ഇനി എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻസ് എന്താണെന്നുള്ളതാണ് അവരുടെ ചോദ്യം. ഓക്കെ, നമുക്ക് വിസിറ്റ് വിസയിൽ വന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും 2 മാസത്തേക്കോ അല്ലെങ്കിൽ 1 മാസത്തേക്കാണ് നമ്മൾ വരുന്നത്. ആ ഒരു കാലാവധി കഴിഞ്ഞാൽ ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്. തിരിച്ചു പോകാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ പോലെയല്ല, നമുക്ക് ഗ്രേസ് പീരീഡ് എന്ന് പറയുന്ന സംഭവം വിസിറ്റ് വിസക്കാർക്ക് ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് 50 ദിർഹംസ് പെർ ഡേ എന്നുള്ള നിലയ്ക്ക്, ഒരു ദിവസത്തിന് 50 ദിർഹംസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകാം, നമ്മുടെ ഇവിടുത്തെ വിസിറ്റായിട്ട് വന്ന ആളാണെങ്കിൽ. പക്ഷേ ഈ കേസിനകത്ത് അതല്ല നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പലരുടെയും കേസിനകത്ത് അതല്ല, നിങ്ങൾക്ക് ഇവിടെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യമുള്ളത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വിസ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ് UAEയിൽ. ഇപ്പം നിലവിൽ നമുക്ക് 30 ദിവസത്തേക്കായിട്ട് 2 തവണ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഒരു തവണ ഏകദേശം 960 ദിർഹംസോളം പേ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നിങ്ങൾക്ക് ഒരൊറ്റ വിസിറ്റ് വിസയിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് UAEയിൽ 120 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ കഴിയും. 30 ദിവസത്തെ 2 തവണ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇനി അതും കഴിഞ്ഞു, അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇനി അതല്ല, ഇപ്പോൾ ഇവരുടെ കേസിനകത്ത് അങ്ങനെ ചെയ്തെന്നാണ് പറയണത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ എക്സ്റ്റൻഷൻ അല്ലാണ്ടുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രാജ്യം വിട്ടു പോയിട്ട് തിരിച്ചു വരുന്ന ഒരു രീതി. അഥവാ നമ്മൾ നാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ നാട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് വരാം. അതല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ പൈസ കുറച്ചിട്ട്, ചിലവ് കുറച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു രീതിയാണ് ഈ ഒമാനിൽ പോലുള്ള അല്ലെങ്കിൽ UAEയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചില രാജ്യങ്ങളിലേക്ക് പോയിട്ട് അന്ന് തന്നെ അല്ലെങ്കിൽ 1-2 ദിവസത്തിനകത്ത് നമ്മൾ വിസിറ്റ് വിസയിൽ തിരിച്ചു വരുന്ന ഒരു രീതി. അതിനകത്ത് ഇപ്പോൾ ഷാർജയിലേക്കുള്ള വിസിറ്റ് വിസയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. കാര്യം മറ്റേ ദുബായ് വിസിറ്റ് വിസയിലൊക്കെ ആ ടൈം കുറച്ചും കൂടെ നീണ്ടു നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ചധികം ദിവസം ഹോൾഡായി പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലവ് ഇതിന് കൂടുതലായിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതിനകത്ത് 2 മാസത്തേക്ക് ഏകദേശം ഒരു 1500 ദിർഹംസൊക്കെ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് വിസിറ്റ് വിസയിൽ അവിടെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരാവുന്ന ഒരു ഓപ്ഷൻസ് കൂടെ ഉണ്ട്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതല്ലാതെ കിട്ടുന്ന കുറച്ച് വിസകളുണ്ട്. 1 ഇയർ വിസ എന്ന പേരിൽ കൊടുക്കുന്ന വിർച്വൽ 1 ഇയർ വിസ, അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ പെട്ട ആളല്ലെങ്കിൽ അത് എടുക്കരുത്, വലിയ പ്രശ്നം വരും. പാർട്ട്ണർ വിസ സെയിം ആണ്. പാർട്ട്ണർ വിസ എന്ന് പറഞ്ഞ് തരുന്ന വിസ പാർട്ട്ണർ അല്ലാത്ത ഒരാളെടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒരുപാടുണ്ടാവും. ദയവേത് അതെടുക്കരുത്. നിങ്ങൾ പാർട്ട്ണർ അല്ലെങ്കിൽ അഥവാ ഇൻവെസ്റ്ററായിട്ട് നിങ്ങൾ നിൽക്കുന്ന ആളല്ലെങ്കിൽ മാത്രം ചെയ്യുന്നതാണ് ഈ ഇൻവെസ്റ്റർ വിസയും കാര്യങ്ങളൊക്കെ. പിന്നെ ഉള്ളതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ജോബ് സീക്കർ വിസ എന്ന് പറഞ്ഞൊരു വിസ ഉണ്ട്. അത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ക്വാളിറ്റി ഫുൾഫിൽ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.